ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബെയിലിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഇന്നലെ നമ്മുടെ ഒലിവർ ഖാൻ്റെ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒലിവർ ഖാൻ്റെയും കക്കയുടെയും ബെയിലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഡെനിസിൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ മച്ചാമാരെ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നമ്മുടെ ഓപ്പോണൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഉറപ്പായിട്ടും കിട്ടുന്ന ടീംസിനെയൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വാൻബാസിന് അതുപോലെ ഡ്രാഗൺ, ഫോർലാൻ, കന്നോവൽ ഇവരൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് ഉറപ്പായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേരൊക്കെ ബെയിലിനൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല ഇത് കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റാൻ ബെയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാച്ച് തുടങ്ങാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി നിലവിൽ ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ സ്റ്റേഡിയം 2 ദിവസം 3 ദിവസം പുയോളും ഉണ്ട് കേട്ടോ മച്ചാമാരെ. പുയോളുണ്ട്. അപ്പോൾ നമ്മുടെ പുയോൾ പ്ലസ് ബെയിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടിയിട്ടുണ്ട്. പുയോളുണ്ട്. അപ്പോൾ നിങ്ങൾ പുയോൾ എടുത്തവരൊക്കെ കമൻറ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സാബീനൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണന്റ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ മാർട്ടിൻസ് ആണ് മച്ചാമാരെ. ഡിലേറ്റ് ഉണ്ട്, അബിയാട്ടി ഉണ്ട്, അർണോൾഡ്, വൈറ്റ്, മെക്കലേനി ഉണ്ട് ഗൈസ്. അപ്പോൾ മച്ചാമാരെ ഇത് എന്തായാലും ഒരു കിടൽ ഓപ്പോണന്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ട്രെൻഡിങ് കാർഡുകളൊക്കെ യൂസ് ചെയ്യുന്ന CF ആയിട്ട് നമ്മുടെ 2 CF ആട്ടോ. ഒന്ന് നമ്മുടെ മെസ്സിയും ഒന്ന് നമ്മുടെ ബെയിലുമാണ്. ചവരെ അതുപോലെ റിക്യൂപ്പൈ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ ഡാറ്റ ഇത് മാറാൻ പോവാണ് നമ്മുടെ ഡെയിലി ഗെയിം ഒക്കെ വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ 4-2-1-3 ആട്ടോ ഗൈസ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറഡോണിന് ഇടാന്ന് വിചാരിക്കുന്നു, കാരണം SS ആയിട്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഓപ്പോണന്റ് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്കുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ടച്ച് ആവുന്നുള്ളൂ. ഓക്കെ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ സുവാരസിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇട്ടായിരുന്നു. സുവാരസ് നമ്മുടെ സാബി, ഇത് പഴയ സാബി കേട്ടോ ഗൈസ്. ഫസ്റ്റ് തന്നെ പോയില്ല പെട്രി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ബെയില് ബാക്കോട്ട് അടിച്ചു. എനിക്ക് ഓഫ് സൈഡ് ആവാതിരിക്കാൻ വേണ്ടി ബെയില്. ഓക്കെ ഗൈസ്, അപ്പോൾ ബെയില് നമുക്ക് നോക്കാം. ബ്ലിറ്റ്സ് ആണെന്ന് തോന്നുന്നു. ബെയില് ഒരു ഷോട്ട്. ഓ ഗൈസ്, ഒലിവർ ഖാൻ നൈസിന് തട്ടി കേട്ടോ. അപ്പോൾ മച്ചാമാരെ ഫസ്റ്റ് ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു അടി സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോളി. അപ്പോൾ വെച്ചാൽ നമ്മൾ ആദ്യം മാനുവലിനെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എടുത്തവരെ കമൻറ്റ് ചെയ്യാൻ. മെസ്സി ടു ഗൈസ്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് മാച്ചുകൾ അത്യാവശ്യം ലാഗ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പം എററാന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ മാച്ച് കളിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കഫു ടു നമ്മുടെ കക്കയിലേക്ക്, കക്ക ടു സുവാരസ് ഗൈസ്. ഓൾറെഡി ഈ ഒരു കാർഡ് അടിപൊളിയാട്ടോ, ഡിലേറ്റിൻ്റെ കാർഡ്. ബെൻ വൈറ്റ്, കക്ക, ഓക്കെ സുവാരസ്, മെക്കലേല, പെട്രി, ബെയിൽ ടു ഡിബ്രോണി എടുത്തു കഴിച്ചു. നമ്മുടെ റോബർട്ടോ കാർലോസ് എടുത്തിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു ബെല്ലിംഗം ടു കക്ക, ബാക്കോട്ട് കഫു ടു മെസ്സി, ടോണിയാണം ഗൈസ്. ടോണിയാണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഡിഫൻസ് എന്തോ ആവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മാച്ചിൽ ആരും കമൻറ്റ് ചെയ്യാം. മച്ചവരെ ബെൻവൈറ്റ് ഡിബ്രോണിക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ക്രോസ് ആണോ നമുക്ക് നോക്കി നോക്കാം. ബെൻവൈറ്റ് ഒരു ഷോട്ട്. ഓക്കെ ഗൈസ്, കറക്റ്റ് നമ്മുടെ മെസ്സിയിലേക്കായിരുന്നു പാസ്, പക്ഷേ ത്രൂ പോയി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ കക്ക ടു നമ്മുടെ ബെല്ലിംഗം ടു വീണ്ടും കഫു ടു മെസ്സി ടു കഫു ടു ബാക്കോട്ട്, കക്ക ടു പെട്രിയിലേക്ക് ഒഴിഞ്ഞ വെച്ച് സുവാരസിലേക്ക് എത്തുന്നു ഗൈസ്. അപ്പോൾ ഡിലേറ്റ് വീണ്ടും ബെൻവൈറ്റ്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. വെക്കംബർ ടു റോബർട്ടോ കാർലോസ് ടു നമ്മുടെ മറഡോണ, ബാക്കോട്ട് സാബി ടു കക്ക. എടുത്തില്ലടാ ബെയില് ഗൈസ്. അപ്പോൾ ബെയിലാണ്. നമുക്ക് നോക്കി നോക്കാം. ഒരു സ്റ്റണ്ടിങ് ആണോ, പവർഫുൾ അടിക്കാനുള്ള പരിപാടിയാണെന്നും ബ്ലിറ്റ്സ് അടിക്കുന്ന ഇവന്മാര്. പാസ് കൊടുത്തു ഗൈസ്. ബാക്കോട്ട് അർണോൾഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മെസ്സി, ഓക്കെ മെസ്സി ടു നമ്മുടെ സുവാരസ്. ഒക്കെ നല്ലൊരു ചാൻസ് കിട്ടി പക്ഷേ അത് നല്ലൊരു ചാൻസ് ആയിരുന്നു ഗൈസ്. നമ്മൾ ഡിലേറ്റ് പിടിച്ചിട്ട് നമുക്ക് നല്ലൊരു ത്രൂ പാസ് കിട്ടിയത് നമുക്ക് എടുത്തിട്ടുണ്ട്. വെക്കംബർ ടു കാർലോസ് ടു വെക്കംബർ, വീണ്ടും നമ്മുടെ മറഡോണ ടു പെട്രി ഗൈസ്. ഈ ഒരു കാർഡൊക്കെ അടിപൊളിയായിട്ട്. ഈ ഒരു പെട്രിയുടെ കാർഡ് അടിപൊളിയാണ്. മറ്റേ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ വന്ന കാർഡായിരുന്നു. അടിപൊളി കാർഡാണ്. കുറേ പേരൊക്കെ എടുത്തായിരുന്നു. ഇപ്പോൾ ഒരു ഗോൾ വന്നേനെ മെസ്സിയുടെ ഗൈസ്. അപ്പോൾ മെസ്സി ടു ബെക്കാമിലേക്ക്. ഓക്കെ മെസ്സി ഓക്കെ നല്ലൊരു ചാൻസ്. ബെക്കംബർ കഫു ഗൈസ്. നിങ്ങൾ കന്നവേരനൊക്കെ എടുത്തൊരു കമൻറ്റ് ചെയ്യട്ടോ. കുറേ പേരൊക്കെ കന്നവേരൻ എടുത്തെന്ന് പറഞ്ഞു. ഓക്കെ സുവാരസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഓക്കെ റൺ കിട്ടിയിട്ടുണ്ട്. മെക്കലയിൽ എടുത്തടാ ഗൈസ്. ഈ ഒരു കമന്റ് ഉണ്ടല്ലോ മെക്കലയിലെ കുറച്ച് പേരൊക്കെ പറഞ്ഞു നക്കമുറ മെക്കലയിലേക്ക് അടിപൊളിയെന്ന് പറഞ്ഞു. റൊണാൾഡീനിയുടെ കാർഡിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷൂട്ടൊക്കെ അടിപൊളിയാണ്, ഷോട്ടൊക്കെ. പക്ഷെ വേറെ കാര്യമായിട്ട് കിട്ടിയില്ലായിരുന്നു. ഓക്കെ സുവാരസ് ഈ ഒരു കാർഡ് അടിപൊളിയാട്ടോ. MS നിങ്ങൾ ആരെങ്കിലും ഫുൾ വൈപ്പ് ഔട്ട് ചെയ്തവരെ കമൻറ്റ് ചെയ്യാം. 1-2 കിട്ടിയവരെ കമൻറ്റ് ചെയ്യാം.
എന്തായാലും വെച്ചാൽ നിലവിൽ ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ കറക്കുന്നില്ല ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടുണ്ട്. ബാക്ക് ഷോ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ട് ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് കേട്ടോ, വാരിയേഴ്സ് FC ഗൈസ്. അപ്പോൾ ഒരു ഷോട്ട് അടിച്ചിട്ടുള്ളൂ, പാസസ് 32. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. മെസ്സി ടു മെക്കലയുടെ ബാറ്റിംഗ് എടുത്തൊരു കമ്മിറ്റി കേട്ടോ, ടോണി ആഡംസ്, അർണോൾഡ് ഗൈസ്. അപ്പോൾ നോക്കാം, അർണോൾഡ് ടു ബെക്കാം, സെർജിൻഹോ ഗൈസ്. നമ്മൾ സെർജിൻഹോനെ ഇറക്കി കേട്ടോ. മച്ചാൻ നിങ്ങളെല്ലാം പെനാൽറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തൊരു കമൻറ്റ് ചെയ്യുക ബാക്കോട്ട്. ഓക്കെ ബെല്ലിംഗ് ഗൈസ്, നമുക്കൊരു നല്ലൊരു ഷോട്ട്. ഓക്കെ മറഡോണ. ഓക്കെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ മറഡോണ ഗൈസ്. ഞാൻ മറഡോണനെ സബ് ചെയ്തായിരുന്നു ഈ ഇടയ്ക്ക്. അപ്പോൾ മച്ചാൻ എന്തായാലും കറക്റ്റ് നമ്മൾ SS ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ എനിക്ക് തോന്നുന്നു അഭിയാട്ടി ആയിരുന്നല്ലോ നമ്മുടെ ഓപ്പോണൻ്റെ ഗോളി. അപ്പോൾ കുഴപ്പമില്ല, ഒരു ഹെഡ് അടിപൊളിയായിട്ട് ആദ്യം തന്നെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സി ഗൈസ് ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്താ പറയുക അംബാസിഡർ കാർഡൊക്കെ പോകാൻ. 1800 രൂപേൻ്റെ കാർഡൊക്കെ പോകാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുക്കാനുള്ളവരൊക്കെ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ബാക്ക് വരും ഗൈസ്. എന്തായാലും പുതിയ ബാക്കുകൾ ഓൺ ദ വേ ആണ്, കാരണം അവർ ഇറക്കാണ്ടിരിക്കില്ല. ഓക്കെ സാബി അലോൺസോ ടു കിട്ടിയിട്ടൊരു ചാൻസ്. ബെക്കംബർ. ഓക്കെ സെർജിനോ ഗൈസ്. എല്ലാവരും വെയിറ്റിങ്ങിലാണ് നമ്മുടെ റൊണാൾഡോ വരാൻ വേണ്ടി. ആ ഒരു 2008 കാർഡ് വന്നു കഴിഞ്ഞാൽ അന്നേരം സെർവർ ഒന്ന് അടിച്ചു പോകുന്നു, നമ്മുടെ വില വന്ന പോലെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നൊരു കാർഡാണ്. പക്ഷേ അവരെ നല്ലൊരു പാസ് കിട്ടേണ്ടായിരുന്നു. ഓക്കെ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ മറഡോണ ടു മെസ്സി. ഓക്കെ നല്ല സുവാരസ് ടു സെർജിനോ. എടാ പാസ് മതിയായിരുന്നു. ഓക്കെ നല്ലൊരു പാസ് കൊടുത്താൽ മതിയായിരുന്നു ഗൈസ്. കോർണർ അല്ല ഗൈസ്, നല്ലൊരു പാസ് കൊടുത്താൽ മതിയായിരുന്നു. ഗോൾ കയറിയിരുന്നു അബിയാട്ടി. ഗൈസ് നല്ലൊരു ചാൻസ് എടുത്തിട്ടുണ്ട് അബിയാട്ടി. സുവാരസ് അടിച്ചു ഗൈസ്. അപ്പോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഗോൾ നമ്മൾ അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും നോക്കി നോക്കാം. മെസ്സി ടു മെക്കലെ ടു പെഡ്രി ടു കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ ടു സെർജിൻഹോ, മെസ്സി, സുവാരസ്, മെക്കലെ. ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. സാബി ടു മറഡോണ ടു നമ്മുടെ സുവാരസ്. ഓക്കെ മെസ്സി ബാക്കോട്ട് കഫു, ബെല്ലിംഗം, സാബി, സെർജിൻഹോ. എടാ സാബി അലോൺസിനൊക്കെ അവന്മാർ വീഴ്ത്തി ഗൈസ്. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഡിലേറ്റ് കിട്ടിയിട്ടുണ്ട്. പെഡ്രി ടു ബെയില് ഗൈസ്. എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് ബെയിലിനെ വെച്ചിട്ട് പയ്യൻസ് ഒരു കംബാക്ക് വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കിയോട്ടെ, പറയാൻ പറ്റില്ല എപ്പോഴും അടി വരികയെന്ന്. അതുകൊണ്ട് പെഡ്രി, മെസ്സി. ഓക്കെ ഡിബ്രോണി ടു ടോണി ആഡംസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടോണി ടു ഓടി കളഞ്ഞു ഡിലേറ്റ്. ഡിബ്രോണി. ഓക്കെ എടുത്തിട്ടുണ്ട് മച്ചാൻ കാർലോസ്. ഓക്കെ സുവാരസ്, നമ്മുടെ മെസ്സി ഗൈസ്. അർണോൾഡ് ഗൈസ്. ഈ ഒരു കാർഡ് അടിപൊളിയാണ്. ഈ അർണോൾഡിൻ്റെ കാർഡ് അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം കുറേ പേരൊക്കെ ഇതിൻ്റെ ഇത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അവർ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരു ഫാക്കറ്റിച്ച് ഉണ്ടായിരുന്നു ഗൈസ്. ഇവിടെ എടുക്കുക, അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇറക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഗൈസ് ഞാൻ വിചാരിച്ചു നമുക്കൊരു BBC ട്രൈ നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് അത് ട്രൈ ചെയ്തില്ല. അല്ലെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. നമുക്ക് ബെൻസിമ, റൊണാൾഡോ, ബെയില് ഒരു മാച്ച് എന്തായാലും ഇടണം നമുക്ക് MS പോലെ. അപ്പോൾ എന്തായാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പൊളിക്കും. എനിക്കാണെങ്കിൽ ബെയിലിൻ്റെ കാർഡ് വന്നപ്പോൾ എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി ഒലിവർ എടുത്തു എന്നുള്ളൂ കേസ്. അപ്പോൾ നിങ്ങൾ ബെയിലിന് എടുത്തൊരു കമൻറ്റ് ചെയ്യുക, എങ്ങനെ എടുത്തത് കമൻറ്റ് ചെയ്യുക. മറ്റവരുടെ നമ്മുടെ അടുത്തൊരു ഷോട്ട്. ഓക്കെ ഒലിവർ ഞാൻ എടുത്തു കേസ്. കുറച്ചുകൂടെ വൈഡായിട്ട് കയറി കഴിഞ്ഞാൽ ഗോൾ കയറുന്ന ചാൻസ് ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 87 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ ഗോൾ തന്നുകൊണ്ട് അടിച്ചതാണ്, മറ്റേ നമ്മൾ അങ്ങനെ അടിച്ചു. ഓക്കെ ബെൻ വൈറ്റ്. ഓക്കെ ഒരു ക്രോസ് ആണോ. ഓക്കെ മെസ്സി. ഓക്കെ ബെക്കാം അർണോൾഡിലേക്കാണ് ഗൈസ്. അർണോൾഡിൻ്റെ ഒരു ക്രോസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഗോൾ ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിവിഷൻ പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങളൊക്കെ ഡിവിഷൻ മാച്ച് എത്രയാണെന്നും. അപ്പോൾ എന്തായാലും വെച്ചാൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 4 ഷോട്ട് അടിച്ചു, ഓപ്പോണന്റ് 2 ഷോട്ടാണ് അടിച്ചത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മാച്ച് ആയിരുന്നു. മറഡോണയാണ് നമ്മുടെ പവർ ഇതായി നിൽക്കുന്നത്. ഒലിവർഗനുണ്ട് 6.0 ഉണ്ട് റേറ്റിംഗിൽ നിൽക്കുന്നത്. അപ്പോൾ ഓപ്പോണന്റ് നോക്കുകയാണെങ്കിൽ മെക്കലയില ബെയിൽ കേട്ടോ ഗൈസ്. അപ്പോൾ ഡിലേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 10, 8, 9 കൊടുക്കണം. അത്യാവശ്യം ടേണിംഗ് ഷോട്ടൊക്കെ കുഴപ്പമില്ല. 2 ഓപ്പോണന്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വെച്ചാൽ ഒരു നല്ലൊരു മാച്ച് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, ലൈവിലായിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.